all, welcome back to my channel. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ക്ലാസ് 12ലെ ചാപ്റ്റർ 5 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. നമ്മൾ ലാസ്റ്റ് പഠിച്ചു നിർത്തിയത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ കുറേ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ നോക്കി. അപ്പോൾ അതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഇഫ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 0, പ്രൂവ് ദാറ്റ് dy by dx ഈക്വൽ ടു -1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു ഇക്വേഷൻ ഫോർമാറ്റിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനവും തന്നിട്ടുണ്ട് അല്ലേ, dy by dx. അതായത് നമ്മൾ സാധാരണ ഫൈനൽ ആൻസർ ആയിട്ടാണ് dy by dx കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫൈനൽ ആൻസർ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് ഈ ഫൈനൽ ആൻസറിലോട്ട് നമ്മൾ എത്തിക്കണം. അതായത് ഇതാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. എക്സ് ഇൻറ്റു വരണം. Okay, x into 1 plus root y plus y into root of 1 plus x equal to 0. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ, ഡയറക്റ്റ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സിനെ ഞാൻ ഈക്വലിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഓക്കെ, അപ്പം എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ഈ y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് എന്തായിട്ട് മാറും, -y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് ആയിട്ട് അത് മാറും. ഓക്കെ, ഇത് പ്ലസ് ആയിരുന്നു, ഈക്വലിൻ്റെ അപ്പുറത്ത് പോയപ്പോൾ അത് എന്തായിട്ട് മാറി, മൈനസ് ആയിട്ട് മാറി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ട് സൈഡ് ഞാൻ സ്ക്വയർ ചെയ്യാൻ പോവാം. ഓക്കെ, സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡ് ഞാൻ സ്ക്വയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും വരുന്നത്, എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു -y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് രണ്ടുമാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, സ്ക്വയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സ്ക്വയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ എന്തായിരിക്കും, എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ തന്നെയാണ്. അടുത്തത് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്താ, റൂട്ട് ഓഫ് 1 പ്ലസ് വൈയുടെ സ്ക്വയർ എഴുതണം. ഓക്കെ, അപ്പോൾ അതിന് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എഴുതുവാന്നിരിക്കട്ടെ, റൂട്ട് എക്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. ഓക്കെ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെ നമ്മൾ രണ്ട് വട്ടം നമ്മൾ മൾട്ടിപ്ലൈ അല്ലേ, റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് അല്ലേ. അപ്പോൾ റൂട്ടിൻ്റെ അകത്തുള്ള മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് റൂട്ടിൻ്റെ അകത്തുള്ള ഈ ടേംസിനെ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതെന്ത് വരും, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എടുത്താൽ പോരെ, എന്തായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്, എക്സ് ആയിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പോൾ എന്താ, റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഈ എക്സ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് വന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇവിടെ റൂട്ട് ഓഫ് 1 പ്ലസ് വൈയുടെ സ്ക്വയർ ആവേണ്ടത്. അപ്പോൾ എന്തായിരിക്കും ഉത്തരം വരുന്നത്, ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഈ ടേം ആയിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 പ്ലസ് വൈ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് വൈ ഈക്വൽ ടു, ഇനി ഈക്വലിൻ്റെ ഇപ്പുറത്തെ സ്ക്വയർ എടുക്കണ്ടേ, -y സ്ക്വയർ എന്താ, y സ്ക്വയർ തന്നെ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സിൻ്റെ സ്ക്വയർ 1 പ്ലസ് എക്സ് തന്നെ. അപ്പോൾ ഈക്വലിൻ്റെ ഇപ്പുറത്ത് എന്താ വരുന്നത്, y സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്രാക്കറ്റ് അഴിക്കാന്നുള്ളത്. അതായത് ഈ എക്സ് സ്ക്വയർ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുക, ഈ y സ്ക്വയറും ബ്രാക്കറ്റിൻ്റെ അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും, എക്സ് സ്ക്വയർ ഇൻറ്റു 1 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു y സ്ക്വയർ ഇൻറ്റു 1 y സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് വൈ സ്ക്വയർ എക്സ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ എക്സ് സ്ക്വയർ ടേമും വൈ സ്ക്വയർ ടേമും ഞാൻ ഒരു സൈഡിലോട്ടാക്കും, ഈ എക്സ് സ്ക്വയർ വൈനെ ഞാൻ അപ്പുറത്തേക്ക് മാറ്റുക. ഓക്കെ, അപ്പോൾ എന്ത് വരും, എക്സ് സ്ക്വയർ ഈ വൈ സ്ക്വയർ ഇത് പ്ലസ് അല്ലേ, അത് ഇപ്പുറത്തേക്ക് വരുമ്പം -y സ്ക്വയർ ആകും ഈക്വൽ ടു വൈ സ്ക്വയർ എക്സ് അപ്പുറത്ത് ഓൾറെഡി ഉണ്ട്, ഈ എക്സ് സ്ക്വയർ വൈ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താകും, -x സ്ക്വയർ വൈ ആയിട്ട് മാറും. ഓക്കെ അല്ലേ. ഇനി നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളൊരു റിസൾട്ടാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ളത്. എന്താണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള റിസൾട്ടാണല്ലേ ഇത്. നോക്കിക്കേ, ഇതേ ഫോർമാറ്റിൽ തന്നെയല്ലേ ഈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ കിടക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഈ രീതിയിലോട്ട് എക്സ്പാൻഡ് ചെയ്യാലോ അല്ലേ. ഈ രീതിയിലോട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതെന്താ വരുന്നത്, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഓക്കെ, ഇനി ഈ റൈറ്റ് സൈഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്തുനിന്ന് നമ്മളൊരു -xy ആണ് പുറത്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോണം. അവിടെ നിന്ന് ഞാനൊരു -xy പുറത്തോട്ട് എടുക്കാൻ പോകുവാണ്. -xy ഞാൻ ഇതിൽ നിന്ന് പുറത്തെടുത്തു. ഇനി ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്ത് വരും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ,
ഇവിടെ വൈ സ്ക്വയർ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ വൈ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ഇതൊരു പോസിറ്റീവ് സൈൻ ആണ് അല്ലേ. അപ്പോൾ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത്. പോസിറ്റീവ് എന്ന് പറയുന്നത് രണ്ട് നെഗറ്റീവ് ചേരുന്നതാണ് ഒരു പോസിറ്റീവ്. അപ്പോൾ അതിൽ നിന്ന് ഒരു നെഗറ്റീവ് ഞാൻ പുറത്തോട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ മിച്ചം അവിടെ ഒരു നെഗറ്റീവ് ഉണ്ടാകുമല്ലോ. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റിനകത്തൊരു നെഗറ്റീവ് വന്നു. ഇനി ഇതിനകത്തുണ്ടായിരുന്ന ഒരു എക്സിനെ ഞാൻ വെളിയിലോട്ട് എടുത്തു, പിന്നെ അവിടെ എക്സ് ഒന്നും ഇല്ല. പിന്നെ വൈ സ്ക്വയർ 2 വൈ ഉണ്ട്, അതിലൊരു വൈ ഞാൻ വെളിയിലോട്ട് എടുത്തു. അപ്പോൾ മിച്ചം ഇവിടെ എന്തുണ്ട്, ഒരു വൈ ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ഇതിനകത്തുനിന്ന് മൈനസ് എക്സ് വൈ പുറത്തോട്ട് എടുക്കണം. ഇവിടെ ഉണ്ടായിരുന്ന മൈനസ് ഞാൻ പുറത്തോട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈൻ എന്തായി അവിടെ പ്ലസ് ആയി. 2 എക്സിൽ നിന്ന് ഒരു എക്സ് എടുത്തു, അപ്പോൾ അവിടെ മിച്ചം ഒരു എക്സ് ഉണ്ട്. ഉണ്ടായിരുന്ന ഒരു വൈ നമ്മൾ പുറത്തോട്ട് എടുത്തു. അപ്പം അവിടെ പുറത്തോട്ട് എടുത്ത സാധനമൊക്കെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ബ്രാക്കറ്റിനകത്തോട്ട് എഴുതി. ഓക്കെ, ഇനി ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുവാണ്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് വൈ ഇൻറ്റു ഇതിന് ഈ മൈനസ് വൈന് ഇപ്പുറത്തോട്ടും എക്സിന് ഇപ്പുറത്തോട്ടാക്കുമ്പോൾ എക്സ് മൈനസ് വൈ എന്ന് തന്നെ വരത്തില്ലേ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്ഥലത്തുനിന്ന് ഞാൻ ഈ എക്സ് മൈനസ് വൈ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്തുണ്ട്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് വൈ. ഓക്കെ, ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് വൈ ഉള്ള ടേംസ് ഒക്കെ ഒരുമിച്ചാക്കുക. അതായത് വൈ ഉള്ള ടേംസ് ഒരുമിച്ചാക്കുക. ഈ മൈനസ് എക്സ് വൈന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരും, ഈ എക്സിനെ ഇപ്പുറത്തേക്കും കൊണ്ടുപോകും. അപ്പോൾ എന്താ വരുന്നത്, വൈ പ്ലസ് എക്സ് വൈ ഈക്വൽ ടു ഈ എക്സ് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും, മൈനസ് എക്സ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ. ഇനി ഈ വൈയും എക്സ് വൈയും എന്തിനാണ് ഒരുമിച്ചാക്കിയത്, ഇതിൽ നിന്ന് 2 വൈ ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആക്കി വെളിയിലോട്ട് എടുക്കാം. അപ്പോൾ അതെന്തായിരിക്കും, വൈ ഇൻറ്റു അല്ലേ, ഇവിടുന്ന് വൈ പോയി കഴിഞ്ഞാൽ അവിടെ മിച്ചം 1 ഉണ്ട്, ഇവിടുന്ന് വൈ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ മിച്ചം എക്സ് ഉണ്ട്. അപ്പോൾ വൈ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എന്ത് വരും, 1 പ്ലസ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് വരും. ഇത് നമുക്ക് വൈക്കൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഈ 1 പ്ലസ് എക്സിനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താകും, മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് എന്നായി. ഓക്കെ, അപ്പോൾ നമുക്ക് വൈക്കൊരു ഇക്വേഷൻ ആയല്ലോ. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പോകണം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഈ ക്വസ്റ്റ്യൻ കുറച്ചൊരു ലെങ്തി ആണ്, പക്ഷേ നമുക്ക് പബ്ലിക് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് പഠിക്കണം ഓരോ സ്റ്റെപ്പുകളും. ഓക്കെ, അപ്പോൾ ഞാനിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ എന്താ വരുന്നത്, dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു അല്ലേ, വൈനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്, dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എന്ത് വരും, മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ്. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ്. നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് പഠിച്ചപ്പോൾ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷനുകൾ നമുക്ക് ഡിവൈഡ് ആയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇതിനെ എങ്ങനെ ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതിനെ ന്യൂമറേറ്റർ എന്നും ഇതിനെ ഡിനോമിനേറ്റർ എന്നുമാണ് ഞാൻ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എഴുതാം. ഡിനോമിനേറ്ററിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഈ സാധനമാണ് നമ്മുടെ ഡിവിഷൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റൂൾ വെച്ചിട്ടാണ് ഞാൻ ഇതിനെ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം. അപ്പോൾ എന്താ വരുന്നത്, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു dy by dx is equal to ഡിനോമിനേറ്ററിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എന്ത് വരും, 1 പ്ലസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് എക്സ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു, അപ്പോൾ മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ഡി ബൈ ഡി എക്സ് ഓഫ് 1 പ്ലസ് എക്സ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പം 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്ക് ഈ ഡി ബൈ ഡി എക്സ് ഉള്ളതിൻ്റെ മാത്രം നമുക്ക് ഡെറിവേറ്റീവ് എടുത്താൽ മതി, ബാക്കിയുള്ള ഇതെല്ലാം നമുക്ക് അതേപടി തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരുന്നത്, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ഇൻറ്റു അടുത്ത എന്താ, ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണെന്നറിയാം. അപ്പോൾ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും വരുന്നത്, -1 അല്ലേ. അപ്പോൾ 1 പ്ലസ് എക്സ് ഇൻറ്റു -1. അടുത്തത് ഈ മൈനസും ഈ മൈനസും കൂടെ ചേരുമ്പോൾ എന്താകും, പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ പ്ലസ് എക്സ് ഇൻറ്റു എന്തിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് എടുക്കണം. 1ൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം, എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലേ. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാറാണ് പതിവ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കാണിക്കുന്നില്ല, ഡയറക്റ്റ് ഡെറിവേറ്റീവ് അങ്ങ് എടുക്കുക. അപ്പോൾ എന്താ വരുന്നത്, പ്ലസ് എക്സ് ഇൻറ്റു 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ, 0 അല്ലേ, കോൺസ്റ്റൻ്റ് ആണ് 1. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത്, പ്ലസ് എക്സ് ഇൻറ്റു 0 പ്ലസ് 1 അല്ലേ. 1ൻ്റെ ഡെറിവേറ്റീവ് 0, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഈ -1നെ അകത്തോട്ട് കയറ്റി ബ്രാക്കറ്റിൻ്റെ അകത്തോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -1 ഇൻറ്റു 1 -1 -1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ. അപ്പോൾ എക്സ് ഇൻറ്റു 1 ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു
-1 -x, x × 1 എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് തന്നെ. അപ്പോൾ +x/1 + x ദ ഹോൾ സ്ക്വയർ. ഈ +x -x എനിക്ക് വെട്ടിക്കളയാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ആയില്ലേ, dy/dx -1/1 + x ദ ഹോൾ സ്ക്വയർ. കണ്ടോ, നമ്മുടെ ഫൈനൽ ആൻസർ നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് നമ്മുടെ പബ്ലിക് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ സ്റ്റെപ്സുകൾ നല്ല രീതിയിൽ തന്നെ കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും തന്നെ നല്ലത്. മനസ്സിലാക്കി നല്ല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടും. ഓക്കെ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ അല്ലേ, അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എഴുതി പഠിക്കാം. നമുക്ക് അടുത്തൊരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ആണിത്. ഇഫ് root of sin x plus root of sin x plus root of sin x plus etc. അതായത് ഇങ്ങനെ sin x അകത്ത് റൂട്ടായിട്ട് ഇങ്ങനെ പോകും. ഈ ക്വസ്റ്റ്യൻ്റെ എന്താ ഡെറിവേറ്റീവ് dy/dx ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പേരോ ഒന്നും തന്നെ ഇല്ല, ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ഇതിനെ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനൊന്ന് നെയിം ചെയ്യാം. അപ്പോൾ ഞാനിതിനെ y = എന്ന് പറഞ്ഞ് നെയിം ചെയ്യുക. y = root of sin x plus root of sin x plus root of sin x plus etc. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഒന്ന് നെയിം ചെയ്തു. ഓക്കെ, അപ്പോൾ y = root of sin x plus y എന്ന് എനിക്ക് ഇതിനെ എഴുതാൻ പറ്റുമല്ലോ അല്ലേ. ഇതിന് മൊത്തത്തിലാണ് ഞാൻ എന്ത് ചെയ്തത്, y എന്ന് നെയിം ചെയ്തത്. അപ്പോൾ root of sin x plus ആദ്യത്തെ sin x ഞാനിവിടെ എഴുതി. അതിന് ശേഷവും വരുന്നത് എന്താ, ഇതേ ടേമുകൾ തന്നെയല്ലേ അല്ലേ, root of sin x plus അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ അതിനെ എനിക്ക് എന്ത് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം, y എന്ന് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്തു, y = ഈ സാധനത്തെ ഞാൻ ഇങ്ങനെ ചുരുക്കി എഴുതി. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ, രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ എന്ത് വരും, y² അല്ലെ y-ൻ്റെ സ്ക്വയർ y² root of sin x plus y the whole square. ഓക്കെ അല്ലേ, അപ്പോൾ എന്താ അടുത്ത സ്റ്റെപ്പ് വരിക, y² root of sin x plus y the whole square അല്ലേ. റൂട്ടിൻ്റെ അകത്ത് എന്തെങ്കിലും വന്നിട്ട് ദ ഹോൾ സ്ക്വയർ എടുക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ അകത്ത് കിടക്കുന്ന ആ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, y² sin x plus y എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, അപ്പോൾ എന്ത് വരും, d/dx of y² = d/dx of sin x plus y. ഓക്കെ, d/dx of y² ഇത് നോക്കിക്കേ, f(x + g(x) എന്ന ഫോർമാറ്റിലല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. d/dx of sin x plus d/dx of y. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. ഓക്കെ, ഈ y² എന്ന് പറയുന്നത് എന്താണ്, x⁻n ഫോർമാറ്റിൽ തന്നെയല്ലേ കിടക്കുന്നത് അല്ലേ, x⁻n ഫോർമാറ്റിൽ തന്നെയാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ, n × x⁻n - 1. അപ്പോൾ y² ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഇതേ ഫോർമാറ്റ് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരും, 2 × y⁻² - 1 which is equal to 2y എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത്, 2y × നമുക്ക് ഈ ഫംഗ്ഷൻ y-ലാണ് തന്നിരുന്നത്, അതുകൊണ്ട് എന്തും കൂടെ എടുക്കണം, y-യുടെ ഡെറിവേറ്റീവും കൂടെ നമ്മളിവിടെ കാണും. അപ്പോൾ 2y × dy/dx = sin x-ൻ്റെ ഡെറിവേറ്റീവ് എന്താ, cos x അല്ലേ, cos x × x-ൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് y-യുടെ ഡെറിവേറ്റീവ് dy/dx. ഓക്കെ, അപ്പോൾ ഇതിനകത്തോട്ട് നോക്കിക്കേ, നമ്മുടെ ഈക്വലിൻ്റെ അപ്പുറം ഇപ്പുറം എന്തുണ്ട്, രണ്ട് dy/dx ഉണ്ട്. അപ്പോൾ dy/dx ഉള്ള ടേംസ് എല്ലാം എന്താ ഈക്വലിൻ്റെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഈ dy/dxനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വരും, 2y × dy/dx പ്ലസ് dy/dx ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും, മൈനസ് dy/dx ആയിട്ട് മാറും which is equal to cos x. ഓക്കെ അല്ലേ, ഇനി എന്താ ചെയ്യേണ്ടത്, ഈ രണ്ടിനകത്തുനിന്നും dy/dx കോമൺ ആക്കി പുറത്തോട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ dy/dx കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കുമ്പോഴേക്ക് എന്താ വരുന്നത്, dy/dx ഇൻറ്റു ഇതിനകത്ത് നിന്ന് dy/dx കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ മിച്ചം എന്തുണ്ട്, 2y. ഇവിടുന്ന് dy/dx കോമൺ ആയിട്ട് എടുത്ത് അവിടെ മിച്ചം എന്തുണ്ട്, -1. അപ്പോൾ എന്താ വന്നത്, dy/dx ഇൻറ്റു 2y - 1 = cos x. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, dy/dx അല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി, ഈ 2y - 1 ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്ന ഈ 2y - 1നെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. എന്ത് വരും, cos x / 2y - 1. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ ആദ്യം കാണുമ്പോൾ നമ്മളൊന്ന് പേടിച്ചു പോവുമെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് ഇത്. ഓക്കെ അല്ലേ, ഇതുപോലെ ഒരു എക്സാമ്പിളും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ തൊട്ട് മുന്നേ ചെയ്തതുപോലത്തെ തന്നെ ഒരു എക്സാമ്പിളാണ് ഇതും. if root of log x plus root of log x plus root of log x plus etc. find dy/dx. വ്യത്യാസമൊന്നുമില്ല, നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതേപടി തന്നെ ഇതും ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് നെയിം ചെയ്യാം അല്ലേ. അപ്പോൾ y = അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ ഒന്ന് നെയിം ചെയ്യുവാണ്. y = root of
log x പ്ലസ് റൂട്ട് ഓഫ് log x പ്ലസ് റൂട്ട് ഓഫ് log x പ്ലസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ y എന്നും പറഞ്ഞ് നെയിം ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ എന്താ ചെയ്തത്, y is equal to റൂട്ട് ഓഫ്, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, log x പ്ലസ് y എന്ന് എഴുതാം. ഈ log x ഞാൻ അതേപടി എഴുതി. ഇവിടെ മുതലുള്ളതും ഇതേ പാറ്റേണിൽ തന്നെ പോകുമല്ലേ, അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, y എന്ന് തന്നെ വിളിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ, രണ്ട് സൈഡ് നമുക്ക് എന്ത് ചെയ്യണം, സ്ക്വയർ ചെയ്യണം. അപ്പോൾ സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്, സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. വൈയുടെ സ്ക്വയർ എന്താണ്, y സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് log x പ്ലസ് y. ഈ സാധനം സ്ക്വയർ ചെയ്യുമ്പം എന്ത് വരും എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്, അതിൻ്റെ അകത്ത് കിടക്കുന്ന log x പ്ലസ് y തന്നെ ആയിരിക്കും ആൻസർ ആയിട്ട് നമുക്ക് സ്ക്വയർ ചെയ്യുമ്പം കിട്ടുന്നത്. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, ഡി ബൈ ഡി എക്സ് ഓഫ് വൈ സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ എന്താ, ഡി ബൈ ഡി എക്സ് ഓഫ് log x പ്ലസ് വൈ, ഡി ബൈ ഡി എക്സ് ഓഫ് log x plus y. ഓക്കെ, d by dx of y square is equal to, ഇത് f of x plus g of x എന്ന് പറയുന്ന ഫോർമാറ്റിലല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, d by dx of log x plus d by dx of y. ഓക്കെ, ഇനി y സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാം. x റേസ് ടു n എന്ന് പറയുന്ന അതേ ഫോർമാറ്റിൽ തന്നെയാണ് ഇത് കിടക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പല പല വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്താ, x റേസ് ടു n ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് n x റേസ് ടു n - 1. അതേ ഫോർമാറ്റിൽ തന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ്, y സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 2y ഇൻറ്റു ഫംഗ്ഷൻ നമുക്ക് y-ലാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് എന്ത് ചെയ്യണം, y-യുടെ ഡെറിവേറ്റീവും കൂടെ കണ്ടുപിടിക്കണം. dy by dx is equal to, ഇനി log x-ൻ്റെ ഡെറിവേറ്റീവ് 1/x ഇൻറ്റു x-ൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ഇവിടെ y-യുടെ ഡെറിവേറ്റീവ് എന്ത് വരും, dy by dx എന്ന് തന്നെ വരും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ 2y ഇൻറ്റു dy by dx is equal to 1/x ഇൻറ്റു 1 1/x തന്നെ പ്ലസ് dy by dx. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്, dy by dx ഉള്ള ടേമുകളൊക്കെ ഒരു സൈഡിലോട്ട് ആക്കുക. അപ്പോൾ ഈ പ്ലസ് dy by dxനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും, 2y ഇൻറ്റു dy by dx മൈനസ് dy by dx അല്ലേ, പ്ലസ് dy by dx ഇപ്പുറത്തേക്ക് വന്നപ്പോൾ മൈനസ് dy by dx ആയി അല്ലേ, ഈക്വൽ ടു എന്തും കൂടെ ഉണ്ട് ഇപ്പുറത്ത് 1/x. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് dy by dx ഉണ്ട്, നമുക്കത് കോമൺ ആയിട്ട് വെളിയിലോട്ട് എടുക്കാം. അപ്പോൾ dy by dx ഇൻറ്റു ഇവിടുന്ന് dy by dx എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മിച്ചം എന്തുണ്ട്, 2y. ഇവിടുന്ന് dy by dx എടുത്തു കഴിഞ്ഞാൽ അവിടെ മിച്ചം 1 വിച്ച് ഇസ് ഈക്വൽ ടു 1/x. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, dy by dx ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 2y - 1 നേരെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എന്തായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്, 1/x ഇൻറ്റു 2y - 1. കണ്ടോ, ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ടുള്ള എക്സാംസ് ഒക്കെ ഏകദേശം നമ്മൾ കുറേ തന്നെ നോക്കി, അതിൽ ഇമ്പോർട്ടൻറ്റും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ ഈ 3 എക്സാമ്പിൾസ് നമ്മൾ ഇന്ന് പഠിച്ച് നല്ല രീതിയിൽ എഴുതി പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ആദ്യം ചെയ്യിപ്പിച്ചത്, ബാക്കിയുള്ളതും ചോദിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിപ്പിച്ച 3 തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്